നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ ഇന്ത്യയിലെ ഏറ്റവും ഡേഞ്ചറസും അതുപോലെ തന്നെ അഡ്വഞ്ചറസ് ഡ്രൈവേഴ്സിന്റെ പറുദീസയുമായിട്ടുള്ള 10 റോഡുകളെ പരിചയപ്പെടാം. ഒന്നാമത്തേത് സോജില പാസ്. ഇന്ത്യയിൽ കേന്ദ്രഭരണ പ്രദേശമായ ലഡാക്കിൽ ഹിമാലയത്തിന്റെ പടിഞ്ഞാറൻ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഉയർന്ന പർവ്വത നിരയാണ് സോജില പാസ്. ഇന്ത്യൻ അധീനതയിലുള്ള ജമ്മു കാശ്മീർ മേഖലയിലെ ശ്രീനഗറിനെ ലഡാക്കിലെ ഏറ്റവും വലിയ പട്ടണമായ ലേയുമായി ബന്ധിപ്പിക്കുന്ന നിർണായകവും അപകടകരവുമായ റോഡാണിത്. നാഷണൽ ഹൈവേ 1ന്റെ ഭാഗമാണ് സോജില പാസ്. ഇത് ശ്രീനഗർ ലേ ഹൈവേ എന്നും അറിയപ്പെടുന്നു. രണ്ടാമതായിട്ട് പറയാൻ പോകുന്നത് ഹിമാചൽ പ്രദേശിലെ ഗാർസ റോഡ്. ഹിമാചൽ പ്രദേശിലെ മാണ്ടിയിൽ നിന്ന് മണാലിയിലേക്കുള്ള റോഡ്. മണാലി ലേ ഹൈവേ എന്നും അറിയപ്പെടുന്ന നാഷണൽ ഹൈവേ 3ന്റെ ഭാഗമായ മനോഹരമായ ഒരു പർവ്വത പാതയാണിത്. ഹിമാലയത്തിന്റെ അതിമനോഹരമായ കാഴ്ചകൾ പ്രദാനം ചെയ്യുമെങ്കിലും കുത്തനെയുള്ള ഗ്രേഡിയന്റുകൾ, ഇടുങ്ങിയ നീളങ്ങൾ, മൂർച്ചയുള്ള തിരിവുകൾ, കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട അപകടങ്ങൾ എന്നിവ ഉൾപ്പെടെയുള്ള വിവിധ ഘടകങ്ങൾ കാരണം ഇത് ഏറ്റവും അപകടകരമായ ഇന്ത്യയിലെ റോഡുകളുടെ പട്ടികയിൽ ഇടം നേടിയിട്ടുണ്ട്. മൂന്നാമത്തേത് സിക്കിമിലെ നാഥുല പാസ്. കിഴക്കൻ ഹിമാലയത്തിലെ ഇന്ത്യൻ സംസ്ഥാനമായ സിക്കിമിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പർവ്വത പാതയാണ് നാഥുല പാസ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ മോട്ടോറബിൾ പർവ്വത പാതകളിൽ ഒന്നായ ഇത് ഇന്ത്യൻ സംസ്ഥാനമായ സിക്കിമിനെ ചൈനയിലെ ടിബറ്റിലെ സ്വയംഭരണ പ്രദേശവുമായി ബന്ധിപ്പിക്കുന്നു. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 14,140 അടി ഉയരത്തിലാണ് ഈ ചുരം സ്ഥിതി ചെയ്യുന്നത്. പുരാതനമായ സിൽക്ക് റൂട്ടിൽ സ്ഥിതി ചെയ്യുന്ന നാഥുല പാസ് മഞ്ഞുമൂടിയ മലകളാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു. ചോമോൽ ഹാരി, ജലൈപില ശ്രേണികൾ ഉൾപ്പെടെ കിഴക്കൻ ഹിമാലയത്തിന്റെ അതിശയകരമായ പനോരമിക് കാഴ്ചകൾ ഈ ചുരം നമുക്ക് പ്രദാനം ചെയ്യുന്നു. 1962 ഇന്ത്യ ചൈന യുദ്ധം വരെ ഇന്ത്യക്കും ടിബറ്റിനും ഇടയിലുള്ള പ്രധാന വ്യാപാര പാതകളിൽ ഒന്നായിരുന്നു ഇത്. അതിനുശേഷം അതിർത്തി അടച്ചു. 2006 പരിമിതമായ വ്യാപാരത്തിനും വിനോദസഞ്ചാരത്തിനുമായി ഇത് വീണ്ടും തുറന്നു. അതിനുശേഷമാണ് വീണ്ടും ഇത് സന്ദർശകരുടെ ഒരു ജനപ്രിയ കേന്ദ്രമാക്കി മാറ്റിയത്. നമ്പർ 4 കർദുംഗ്ല പാസ്. ജമ്മു കാശ്മീരിലെ ലഡാക്ക് മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഉയർന്ന പർവ്വത നിരയാണ് കർദുംഗ്ല പാസ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ മോട്ടോറബിൾ പാസുകളിൽ ഒന്നായി ഇത് അറിയപ്പെടുന്നു. സാഹസിക പ്രേമികൾക്ക്, പ്രത്യേകിച്ച് മോട്ടോർ ബൈക്ക് റൈഡർമാർക്കും ട്രക്കർമാർക്കും ഒരു ജനപ്രിയ സ്ഥലമാണിത്. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 5,359 മീറ്റർ ഉയരത്തിലാണ് കർദുംഗ്ല സ്ഥിതി ചെയ്യുന്നത്. ഈ പ്രദേശത്തെ മറ്റു ചുരങ്ങളും സമാനമായ ഉയരത്തിലുള്ളതിനാൽ ഈ അവകാശവാദത്തെക്കുറിച്ച് ചില ചർച്ചകൾ നടക്കുന്നുണ്ടെങ്കിലും ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ മോട്ടോറബിൾ പാസായി ഇത് ഇപ്പോഴും വിശേഷിപ്പിക്കപ്പെടുന്നു. അഞ്ചാമതായി നമുക്ക് കാണാം അരുണാചൽ പ്രദേശിലെ സെല്ലാ പാസ്. വടക്ക് കിഴക്കൻ ഇന്ത്യൻ സംസ്ഥാനമായ അരുണാചൽ പ്രദേശിൽ സ്ഥിതി ചെയ്യുന്ന ഉയർന്ന ഉയരത്തിലുള്ള പർവ്വത നിരയാണ് സെല്ലാ പാസ്. കിഴക്കൻ ഹിമാലയത്തിലെ ഒരു നിർണായക പർവ്വത നിരയാണിത്. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 4,170 മീറ്റർ ഉയരത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അരുണാചൽ പ്രദേശിലെ തവാങ് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഈ ചുരം ബുദ്ധവിഹാരങ്ങൾക്കും പ്രകൃതി സൗന്ദര്യത്തിനും പേരുകേട്ട തവാങ് പട്ടണത്തിലേക്കുള്ള പ്രവേശന കവാടമാണ്. സെല്ലാ പാസ് റോഡ് എന്നും അറിയപ്പെടുന്ന ദേശീയപാത 13ന്റെ ഭാഗമാണ് സെല്ലാ പാസ്. അസാമിലെ തേജ്പൂരിനെ അരുണാചൽ പ്രദേശിലെ തവാങ്ങുമായി ബന്ധിപ്പിക്കുന്ന പാതയാണിത്. തവാങ്ങിൽ നിന്ന് 78 കിലോമീറ്റർ അകലെയാണ് ഈ ചുരം സ്ഥിതി ചെയ്യുന്നത്. നമ്പർ 6 ഉംലിംഗ്ല പാസ്. ലഡാക്ക് മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ഉംലിംഗ്ല പാസ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ മോട്ടോറബിൾ പാസുകളിൽ ഒന്നാണ്. ചുറ്റുമുള്ള പ്രകൃതി ദൃശ്യങ്ങളുടെ അതിമനോഹരമായ കാഴ്ചകൾ പ്രദാനം ചെയ്യുന്ന ഈ പർവ്വത ചുരം സഞ്ചാരികൾക്കും സാഹസികത ഇഷ്ടപ്പെടുന്നവർക്കും ഒരുപാട് വെല്ലുവിളി നിറഞ്ഞ ഒരു പാതയാണ്. ജമ്മു കാശ്മീരിലെ ലഡാക്കിന്റെ കിഴക്കൻ ഭാഗത്താണ് ഉംലിംഗ്ല പാസ് സ്ഥിതി ചെയ്യുന്നത്. ചാങ്താങ് പീഠഭൂമിയുടെ ഭാഗമായ ഇത് ഇന്ത്യയെയും ചൈനയെയും വേർതിരിക്കുന്ന യഥാർത്ഥ നിയന്ത്രണ രേഖയ്ക്ക് സമീപമാണ്. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 19,300 അടി ഉയരത്തിലാണ് ഈ ചുരം സ്ഥിതി ചെയ്യുന്നത്. ഇത് പുതിയ കണക്ക് പ്രകാരം ലോകത്തിലെ ഏറ്റവും ഉയർന്ന മോട്ടോറബിൾ പാസുകളിൽ ഒന്നായി പരിഗണിക്കപ്പെട്ടിരിക്കുന്നു.
നമ്പർ 7 റോഹ്താങ് പാസ്. ഹിമാചൽ പ്രദേശിൽ സ്ഥിതി ചെയ്യുന്ന ഉയർന്ന പർവ്വത നിരയാണ് റോഹ്താങ് പാസ്. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 3978 മീറ്റർ ഉയരത്തിൽ ഹിമാലയത്തിലെ പീർ പഞ്ചൽ പർവ്വതത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. കുളു താഴ്വരയെ ലാഹോൾ, സ്പിത്തി താഴ്വരകളുമായി ബന്ധിപ്പിക്കുന്ന ഈ ചുരം ഈ പ്രദേശങ്ങളിലേക്കുള്ള ഒരു പ്രധാന കവാടമാണ്. ചുരത്തിൽ അതിശൈത്യവും കഠിനമായ കാലാവസ്ഥയും അനുഭവപ്പെടുന്നു. ശൈത്യകാലത്ത് കനത്ത മഞ്ഞുവീഴ്ചയും മഞ്ഞും ഹിമപതവും കാരണം ഒക്ടോബർ അവസാനം മുതൽ മെയ് ആദ്യം വരെ ഇത് അടച്ചിട്ടിരിക്കും. അതിമനോഹരമായ പ്രകൃതി സൗന്ദര്യവും ചുറ്റുമുള്ള ഹിമാലയൻ പർവ്വതങ്ങളുടെ വിശാലമായ കാഴ്ചകളും കാരണം ചുരം ഒരു പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രമാണ്. നമ്പർ 8 സെർച്ചു. ലോകത്തിലെ ഏറ്റവും പ്രശസ്തവും വെല്ലുവിളി നിറഞ്ഞതുമായ റോഡ് യാത്രകളിൽ ഒന്നായ മണാലി ലേ ഹൈവേയുടെ ഭാഗമാണ് സെർച്ചു റോഡ്. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 4290 മീറ്റർ ഉയരത്തിലാണ് സെർച്ചു സ്ഥിതി ചെയ്യുന്നത്. മണാലി ലേ ഹൈവേയുടെ ഒരു പ്രധാന ഭാഗമാണ് സെർച്ചു റോഡ്. കുളു താഴ്വരയിലെ മണാലി പട്ടണങ്ങളെ ലഡാക്കിന്റെ തലസ്ഥാനമായ ലേയുമായി ബന്ധിപ്പിക്കുന്നതാണ് ഈ ഹൈവേ. ഉയർന്ന ആൾട്ടിറ്റ്യൂഡ്, നേർത്ത വായു, ഓക്സിജന്റെ പരിമിതി, എല്ലാം കൊണ്ടും ഇടുങ്ങിയതും വളഞ്ഞതുമായ പാതകൾ, കാലാവസ്ഥയുടെ വ്യതിയാനങ്ങൾ എന്നിവ കാരണം മഞ്ഞുരുകിയ വേനൽ മാസങ്ങളിൽ സാധാരണ മെയ് മുതൽ സെപ്റ്റംബർ വരെ മാത്രമേ ഈ റൂട്ട് പൊതുവെ തുറന്നു പ്രവർത്തിക്കുകയുള്ളൂ. നമ്പർ 9 ഡാർജിലിംഗ്. സിലിഗുരി ഡാർജിലിംഗ് റോഡ് പലപ്പോഴും ഡാർജിലിംഗ് ഹൈവേ എന്ന് വിളിക്കപ്പെടുന്നു. ഇത് പശ്ചിമ ബംഗാളിലെ ഒരു നിർണായക പാതയാണ്. പശ്ചിമ ബംഗാളിലെ സമതലങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന സിലിഗുരി നഗരത്തിൽ നിന്നും ഹിമാലയൻ താഴ്വരയിൽ സ്ഥിതി ചെയ്യുന്ന ജനപ്രിയ ഹിൽ സ്റ്റേഷനായ ഡാർജിലിംഗിലും ഇടയിലുള്ള പ്രാഥമിക ഗതാഗത ലിങ്കായി ഇത് പ്രവർത്തിക്കുന്നു. ഡാർജിലിംഗ് മാത്രമല്ല, കുർസിയോങ്, കലിംപോങ് എന്നിവയുൾപ്പെടെയുള്ള പ്രദേശത്തെ മറ്റ് ഹിൽ സ്റ്റേഷനിലേക്കും പ്രവേശനം പ്രദാനം ചെയ്യുന്ന ഈ റോഡ് ഈ ഒരു പ്രദേശത്തിന്റെ ഒരു സുപ്രധാന ജീവനാടിയാണ്. ഏകദേശം 77 കിലോമീറ്റർ ആണ് മൊത്തത്തിലുള്ള ദൂരം. സമതലങ്ങളിൽ നിന്ന് കുന്നുകളിലേക്കുള്ള കുത്തനെയുള്ളതും വളഞ്ഞതുമായ കയറ്റം ഇതിൽ ഉൾപ്പെടുന്നു. വെല്ലുവിളി നിറഞ്ഞ ഭൂപ്രദേശം കാരണം യാത്രയ്ക്ക് മണിക്കൂറുകൾ എടുക്കും. ഹിമാലയൻ പർവ്വത നിരകളുടെയും സമൃദ്ധമായ തേയിലത്തോട്ടങ്ങളുടെയും ഇടതൂർന്ന വനങ്ങളുടെയും അതിമനോഹരമായ കാഴ്ചകൾ ഈ റോഡ് നമുക്ക് വാഗ്ദാനം ചെയ്യുന്നു. അങ്ങനെ അവസാനത്തേതും 10ാമത്തേതുമായ ലാച്ചുങ്ല ചുരം, സിക്കിം. വടക്കൻ സിക്കിമിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഉയർന്ന പർവ്വത പാതയാണ് ലാച്ചുങ്ല. ഇത് വടക്കൻ സിക്കിം ഹൈവേയുടെ ഭാഗമാണ്. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 5260 മീറ്റർ ഉയരത്തിലാണ് ലാച്ചുങ്ല ചുരം സ്ഥിതി ചെയ്യുന്നത്. ഈ പ്രദേശത്തെ ഉയർന്ന പർവ്വത നിരകളിൽ ഒന്നാണിത്. ചുറ്റുമുള്ള ഹിമാലയൻ പർവ്വത നിരകളുടെ അതിശയകരമായ കാഴ്ചകൾ ഇത് പ്രദാനം ചെയ്യുന്നു. ലാച്ചുങ്ല ചുരം ഒരു പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രമാണ്. കൂടാതെ വടക്കൻ സിക്കിമിൽ ലാച്ചൻ, ലാച്ചുങ് എന്നിവയുൾപ്പെടെ നിരവധി മനോഹരമായ സ്ഥലങ്ങളിലേക്കുള്ള പ്രവേശന കവാടവുമാണ്. ഇന്നത്തെ വീഡിയോയിൽ ഇന്ത്യയിൽ ഞാൻ സഞ്ചരിച്ച റൂട്ടിലെ ഏറ്റവും ദുർഘടം പിടിച്ചതും അതിമനോഹരങ്ങളുമായ 10 റൂട്ടുകളാണ് പരിചയപ്പെടുത്തിയത്. നിങ്ങൾ യാത്ര ചെയ്തിട്ടുള്ളതും യാത്ര ചെയ്യാൻ ആഗ്രഹമുള്ളതുമായ സ്ഥലങ്ങൾ കമൻറ്റ് ചെയ്യൂ. അപ്പോൾ അടുത്ത ഒരു വീഡിയോയുമായി അടുത്ത് തന്നെ കാണാം. ഓക്കെ, ബൈ.